ശ്രീ ജോൺസൺ, ഇവിടെ നമുക്കറിയാം കേസ് അതിന്റെ കാഠിന്യത്തിൽ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ജാമ്യം അത് ജയിലിൽ കിടന്ന കാലാവധിയൊക്കെ കാട്ടി കോടതി കൂടുതലായി ജാമ്യം നൽകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യം കൂടിയാണ്. അവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ കേസിന്റെ ഗ്രാവിറ്റിയെക്കുറിച്ച് ശ്രീ ജയസൂര്യൻ പറയുകയുണ്ടായി. ചെറിയ കേസല്ല, അഴിമതി കേസാണ്, മദ്യനയവുമായി ബന്ധപ്പെട്ട കേസാണ്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട കേസാണ്. ആം ആദ്മി പാർട്ടിയുടെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇവിടെ ഇന്ന് രണ്ടാമത്തെ നേതാവ് കൂടി രാജിവെക്കേണ്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം ആ പാർട്ടിക്ക് ഉണ്ടാവുകയാണ്. അവിടെയാണ് BJP പറഞ്ഞു വെക്കുന്നത് അഴിമതിയുടെ പ്രതിച്ഛായയാണ് കേജ്രിവാളിനുള്ളത് ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സിൽ, അത് ഈ സഹതാപതരം കൊണ്ട് മാറില്ല എന്ന്. ശ്രീ ജോൺസൺ, അഴിമതിയുടെ കറ പുലർന്ന മനുഷ്യനാണ് കേജ്രിവാൾ എന്ന് പറയുമ്പോൾ കേസ് നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, PMLA ആക്ട് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടുക എന്നത് ദുഷ്കരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം അതിന്റെ കേസിന്റെ വിചാരണ നടത്തിയ അതിന്റെ ശതമാനമൊക്കെ നമുക്കറിയാം. ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് അത്തരത്തിൽ വിചാരണ നേരിടുന്നു. പക്ഷെ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെ തുടർച്ചയായി വേട്ടയാടിയതിനു ശേഷം അല്ലെങ്കിൽ വേട്ടയാടുന്നതിന് വേണ്ടി 250-ലധികം റെയ്ഡുകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റെയ്ഡ് നടത്തി ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ നേതാക്കന്മാരെ എല്ലാം അകത്തിടുന്നതിന്റെ മുഖ്യമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പാർട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, BJP ഏറ്റവും അധികം ഇന്ത്യയിൽ ഭയപ്പെടുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ഒരുപക്ഷെ അവരുടെ സ്ലോഗനിലൊക്കെ പറയുമായിരിക്കും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നുണ്ടെങ്കിൽ കേജ്രിവാളിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് BJP മുക്ത ഭാരതം എന്ന് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്കൊരു പ്രതിസന്ധി. ആം ആദ്മി മത്സരിക്കുന്നിടത്ത് ഒരുപക്ഷെ കോൺഗ്രസ് ഇല്ലാതായി മാറുന്നത് കൊണ്ട് BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ PMLA ആക്ട് പ്രകാരം അകത്തിടുന്ന വ്യക്തിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം തന്നെ കേസ് തെളിയിച്ച് അദ്ദേഹം തന്നെ പുറത്തു വരണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ ഇപ്പൊ നമുക്കറിയാം ED ജാമ്യം കൊടുത്തു. വീണ്ടും EDയുടെ ജാമ്യത്തെ മറികടക്കുവാൻ CBI കേസെടുത്തു. ആ CBI കേസിന് അറസ്റ്റ് വന്നപ്പോൾ വീണ്ടും അകത്തേക്ക് പോയി. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായ സാർ ഇവിടെ സൂചിപ്പിച്ചു, അതിന്റെ നേർചിത്രം കുറ്റപത്രത്തിന്റെ നേർചിത്രം പറഞ്ഞു. അതുപോലെ തന്നെ BJPയുടെ വക്താവും അതേ രീതിയിൽ തന്നെ ആരോപണങ്ങൾ പറഞ്ഞു. അവസാനം പറഞ്ഞു അതിന് ആരോപണങ്ങളാണ് എന്നാണ്. ഈ പറയുന്ന കേസുകളിലൊന്നും സുപ്രീം കോടതിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. ഈ 550 കോടി രൂപയോ അല്ലെങ്കിൽ 100 കോടി രൂപയോ ഒക്കെ അഴിമതി നടത്തി എന്ന് പറയപ്പെടുമ്പോഴും അതിന് 1 രൂപ പോലും കണ്ടെത്തുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കേസിന് ഏതെങ്കിലും ഒരു തെളിവ് ഹാജരാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ മുൻപിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയല്ലേ സുപ്രീം കോടതി ഇവിടെ പറഞ്ഞത് ഈ CBI ഒക്കെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞത്. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞതല്ല, പല പ്രാവശ്യമായി പറയുന്നതാണ്. അപ്പൊ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു തത്തിയായിട്ട് ഈ പറയുന്ന CBI മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ മാറുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര രാഷ്ട്രീയം അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഈ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന കേജ്രിവാൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വീണ്ടും BJP ഭയപ്പെടുകയാണ്. യാതൊരു സംശയം വേണ്ട. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള മോഹൻ സാർ പറഞ്ഞു കഴിഞ്ഞു. ഇത് എന്താണ്, പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ പകരം ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. ആ മുഖ്യമന്ത്രി വഴി ഭരണം കാഴ്ചവെക്കുവാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും കഴിവും പ്രാപ്തിയുമുള്ള ഒരു നേതാവ് തന്നെയാണ് ശ്രീ കേജ്രിവാൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു നിസ്സാര പ്രഖ്യാപനങ്ങളൊന്നും അല്ല നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഏത് പ്രസംഗം എടുത്തു നോക്കിയാലും, ഏത് മഹാസമ്മേളനത്തിലെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ആ പ്രഖ്യാപനമൊക്കെയും ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന്റെ എതിരെയുള്ള അല്ലെങ്കിൽ അവർക്ക് കുറുക്കിക്കൊള്ളുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയ കേജ്രിവാളിനെ ഏറ്റവും അധികം ഇന്ന് ഭയപ്പെടുന്നത് ഈ പറയുന്ന BJP തന്നെയാണ്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ ഈ ജയിലിൽ കഴിഞ്ഞ കാലത്തെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ശ്രീ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ 6 മാസത്തിലധികം ജയിലിൽ കിടത്തേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് കോടതി ചോദിക്കുന്ന ആ ഒരു എന്താണ് ജനത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന കേജ്രിവാളിനെ കുറിച്ചുള്ള അത്തരത്തിലുള്ള അനുകമ്പ അത് പ്രയോജനപ്പെടുത്തുക എന്ന് തന്നെയാണോ ഈ ഒരു രാജ്യ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായും ഇവിടെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോട് കൂടി ഉള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തന്നെയാണ്. അതിന് ഇവിടെ BJPയുടെ നിരീക്ഷകൻ വക്താവ് പറഞ്ഞല്ലോ, BJPക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന്. പിന്നെ എന്തിനാണ് BJP ഇതൊരു വലിയ നാടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക? BJP ഭയപ്പെടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ BJPയിൽ നിന്നും അകന്നു പോകുന്നു, അല്ലെങ്കിൽ BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതിന് ഒരു ബദലായി മാറുന്നത് കേവലം 10 വർഷം പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം
ഇവിടെ മോഹൻ സാർ പറഞ്ഞതുപോലെ അതൊരു മൂവ്മെന്റ് ആണ്. ഒരു പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബദലായി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ മൂവ്മെന്റ് ആണ്. അതൊരു വെൽഫെയർ പോളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. ആ ആശയത്തെ ജനങ്ങൾ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ജയിലിൽ നിന്നും മോചിതനായി പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. സാധാരണഗതിയിൽ ഒരു കുറ്റവാളിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് അകത്ത് പോയി ജയിലിൽ കിടന്നിട്ട് ജാമ്യം കിട്ടുന്നതിന് മുൻപ് തന്നെ അകത്തേക്ക് പോകുമ്പോൾ രാജിവെച്ച സംവിധാനമാണ് അല്ലെങ്കിൽ സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, ഒരു വ്യക്തി അകത്ത് പോയതിനു ശേഷം രാജിവെക്കാതെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാടുവാൻ കഴിവും ശേഷിയുമുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുമെന്ന് ജയിലിലിരുന്ന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് കേജ്രിവാൾ. അങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മറ്റൊരു നയം അല്ലെങ്കിൽ മറ്റൊരു വെൽഫെയർ പോളിറ്റിക്സിന്റെ മറ്റൊരു മുഖം അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഞാൻ രാജിവെക്കാൻ സന്നദ്ധനാണ്, ജനങ്ങൾക്ക് വേണ്ടി രാജിവെക്കാൻ സന്നദ്ധനാണ്. ബി.ജെ.പിയുടെ പ്രദീപ് പറഞ്ഞല്ലോ, ഇത് ജനങ്ങൾക്കുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് എന്ന്. പക്ഷേ ജനങ്ങൾക്കുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് അല്ല ഇത്, മറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനാണ് അദ്ദേഹം ഈ രാജി പ്രഖ്യാപനം നടത്തിയത്. 2 ദിവസത്തെ രാജി പ്രഖ്യാപനം കൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഈ 2 ദിവസം. ഇന്നിപ്പോ കേരളത്തിലെ 7-8 ചാനലുകൾ കേജ്രിവാളിനെ കുറിച്ചും ആം ആദ്മി പാർട്ടിയെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ 2 ദിവസം ഈ കേജ്രിവാളിനെ കുറിച്ചും ആം ആദ്മി പാർട്ടിയെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ബി.ജെ.പി എത്രമാത്രം ഇത് ഭയപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോ പുറത്തു വന്നതിന് ശേഷം രാജിവെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് കേജ്രിവാൾ എന്ന് പറയുക. ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള അനുഭവശേഷിയും കാര്യങ്ങളുമൊന്നുമില്ല, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ. അതുകൊണ്ടാണ് അദ്ദേഹം വെല്ലുവിളിച്ചത്. ഫെബ്രുവരിയിൽ നടക്കേണ്ട ഇലക്ഷൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, അങ്ങനെ നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക, ഞങ്ങൾ തയ്യാറാണ്, ജനങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ജയിലിൽ കിടക്കുന്ന ആ കേജ്രിവാളിനേക്കാളും ശക്തനായിരിക്കും ഈ പുറത്തുള്ള കേജ്രിവാൾ എന്ന ഫെബ്രുവരിയിലാണ് ശ്രീ ജോൺസൺ തെരഞ്ഞെടുപ്പ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുക. അവിടെ ആ സമയം വരെ നേതാക്കൾ ഉണ്ടല്ലോ, അതിഷി അടക്കമുള്ളവരുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം വേണമെങ്കിൽ കേജ്രിവാളിന് കൈമാറാം. അതിനും അദ്ദേഹം മടിക്കുന്നൊരു പശ്ചാത്തലം, അതല്ലാതെ രാജിവെക്കുന്നൊരു പശ്ചാത്തലം. നമുക്കറിയാം, നേരത്തെ ഹരിയാനയിൽ ജാർഖണ്ഡിൽ സംഭവിച്ചത്. ജാർഖണ്ഡിൽ സോറൻ ജയിലിലായപ്പോൾ പകരം ഒരു മുഖ്യമന്ത്രി വരുന്നു. പിന്നീട് അത് അദ്ദേഹം ബി.ജെ.പിയിൽ ചേരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ബീഹാറിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒപ്പമുള്ളവരെ കൂടി കേജ്രിവാൾ പേടിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി സ്ഥാനം കൈമാറിയാൽ ഒരു രാജി എന്നത് അല്ലെങ്കിൽ ഈ സംഭവം എന്നത് മറ്റു തരത്തിൽ ആം ആദ്മിയെ ബാധിക്കുമോ? അധികാര കേന്ദ്രങ്ങളിൽ അത് വല്ലാത്ത മാറ്റം ഉണ്ടാക്കുമോ എന്ന ഭയം കൂടി ഉണ്ട് എന്ന വ്യാഖ്യാനവും ഉണ്ട്. അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നത് പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭയമാണ്. ഇവിടെ ആം ആദ്മി പാർട്ടിയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇത് ബി.ജെ.പി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നേരത്തെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പാർട്ടി സംവിധാനം അതിന്റെ ദേശീയ നേതാവ് പ്രഖ്യാപിക്കുന്നത്. അതേസമയം 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം രാജിവെച്ചാൽ പകരം മുഖ്യമന്ത്രി നമുക്കുണ്ടാകും. ധാരാളം നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. 10 വർഷം പ്രായമുള്ളൂ എങ്കിലും ഈ പാർട്ടിക്ക് ഈ രാജ്യത്തെ നയിക്കുവാൻ ശേഷിയുള്ള അനേകം നേതാക്കന്മാരുണ്ട്. അവരുടെ കൈകളിലേക്ക് ഭദ്രമായിട്ട് ഈ സംവിധാനത്തെ മാറും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ, ബി.ജെ.പിയുടെ പ്രതി എന്താ പറഞ്ഞത്, സുനിത കേജ്രിവാളിന് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണ്. അതിനൊന്നും മറുപടി പറയാൻ ഞാനാണല്ല. പക്ഷെ എന്താണ്, അങ്ങനെ ഒരു പാരമ്പര്യം നമ്മുടെ പാർട്ടിക്കില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പാർട്ടികൾ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാകാം. സുനിത കേജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അധികാരത്തിലെത്തുവാൻ അല്ലെങ്കിൽ ഭരണം കയ്യിലാക്കുവാനുള്ള ശ്രമമൊന്നുമല്ല നടത്തും. അങ്ങനെ നടത്തണമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അങ്ങ് അകത്തേക്ക് പോയപ്പോൾ ഈ കാര്യം ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തില്ലല്ലോ. പക്ഷേ ഇവിടെ അദ്ദേഹം കാണുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനകീയ കോടതിയിൽ തന്റെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുവാനുള്ള അദ്ദേഹത്തിന്റെ ആ കർമ്മശേഷി, അങ്ങനെ ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെല്ലുവാൻ കഴിവുള്ള ഒരു ശേഷിയുള്ള നേതാവുണ്ടെങ്കിൽ അത് കേജ്രിവാൾ മാത്രമാണ്. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടി മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഈ തീരുമാനങ്ങൾ, ഈ വലിയ തീരുമാനം ഈ ഇറങ്ങി വന്നിട്ട് ഉടനെ തന്നെ പ്രഖ്യാപിച്ചത്. ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഒരു നേതാവ് ബി.ജെ.പിയുടെ പ്രതി ഇവിടെ പറഞ്ഞു. ഇറങ്ങി വന്നിട്ട് അദ്ദേഹം 48 മണിക്കൂർ തികഞ്ഞിട്ടില്ല. 4-5 മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപക്ഷെ ചിന്തിക്കാം അദ്ദേഹത്തിന് പ്രശ്നമുണ്ട് എന്ന് ഒരുപക്ഷെ പറഞ്ഞു പോകാം. പക്ഷേ 48 മണിക്കൂർ ആകുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ചടുലമായ ഒരു തീരുമാനമാണ്. അത് ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യപ്പെടും. ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നതല്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ശക്തിയും കഴിവും വർദ്ധിച്ച് അത് വളർന്ന് പന്തിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു ശരി, തിരിച്ചു വരാം. ഈ ജോൺസൺ ഇവിടെ കോൺഗ്രസ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നത് പറയുകയായിരുന്നു ശ്രീ ജയസൂര്യൻ. കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ച പാർട്ടിയാണ്, അവിടെ വിജയം കണ്ടെത്താത്ത പശ്ചാത്തലമുണ്ട്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പാണോ അടുത്ത് തന്നെ, ഇപ്പോൾ ഡിസംബറോ നവംബറിലോ ഉള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണോ ആം ആദ്മി പാർട്ടി ലക്ഷ്യം, അതോ പകരം ഒരു മുഖ്യമന്ത്രിയെ വെച്ച് ടേം കംപ്ലീറ്റ് ചെയ്ത ശേഷം ജനത്തെ നേരിടുക എന്നുള്ളതാണോ? ഏത് തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മുന്നിലുള്ളത്? നമ്മുടെ ദേശീയ നേതാവ് കേജ്രിവാൾ ഇവിടെ
പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. 2 ദിവസത്തെ അവധി. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്, 2 ദിവസത്തിനുള്ളിൽ രാജി പ്രഖ്യാപിക്കുമെന്ന്. രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് തലയെടുപ്പുള്ള നേതാക്കന്മാരുണ്ടാകും. ഫെബ്രുവരിയിൽ നടക്കുന്ന ഇലക്ഷൻ ആണെങ്കിൽ പോലും അതിൽ വരെയുള്ള ഇടക്കാല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാനുള്ള ശേഷി അവിടുത്തെ MLA-മാർക്കുണ്ട്. അല്ലെങ്കിൽ അതിന് പക്വതായ നേതാക്കന്മാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യതയുള്ള ധാരാളം നേതാക്കന്മാർ ഈ പാർട്ടിക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ പോകുന്നു. ഇവിടെ ഇലക്ഷനെ സംബന്ധിച്ച് നമ്മളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഡൽഹി ഇലക്ഷനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച്. BJP-യുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം അദ്ദേഹം കുറേയേറെ ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നടന്ന കാര്യങ്ങളെ, പഞ്ചാബിൽ നടന്ന കാര്യങ്ങളെ, ഗുജറാത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിലെന്താണ് തെറ്റായിട്ടുള്ളത്? എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തിൽ നിന്ന് ഒളിച്ചോടി പോയ പാർട്ടിയല്ല ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ഭരണം തന്നെ നമ്മൾ കാഴ്ചവെക്കുന്നത് തന്നെയല്ലേ? പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതിന്റെ പേരിലല്ലേ വീണ്ടും വീണ്ടും അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത്? അത് തന്നെയല്ലേ കേജ്രിവാൾ ഇപ്പോഴും പറയുന്നത്? നിങ്ങൾ നേരത്തെ ഇലക്ഷൻ നടത്തിക്കൊള്ളുക. ഏതെങ്കിലും ഒരു നേതാവിന് ആർജവമുണ്ട് അത്തരത്തിലൊരു കാര്യം പറയുവാൻ? ഒരു കേസിലെ പ്രതിയായിട്ട് ജാമ്യം കിട്ടി പുറത്തു വന്നൊരു നേതാവ് ഒരിക്കലെങ്കിലും പറയുമോ നിങ്ങൾ നേരത്തെ ഇലക്ഷൻ നടത്തിക്കൊള്ളുക, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം പറ്റുമെങ്കിൽ നേരത്തെ നടത്തിക്കൊള്ളുക, ഞങ്ങൾ തയ്യാറാണ് എന്ന് ആർജവത്തോടെ പറയാൻ പറ്റുന്ന ഏത് നേതാവാണുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇലക്ഷന് മുൻപ് ഞങ്ങൾ മറ്റൊരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് ഞാൻ മാറിക്കോളാം, ജനങ്ങൾ തീരുമാനിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസമുള്ള അല്ലെങ്കിൽ നന്മയുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട്, അഴിമതിരഹിതമായ ഒരു പാർട്ടി ആയതുകൊണ്ട് അവിടെ ഈ ധാരാളം ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. ഡൽഹിയിൽ പറഞ്ഞ കാര്യങ്ങൾ പഞ്ചാബിൽ അത്ര ഇല്ലായിരിക്കും. കാരണം ഡൽഹി അല്ല പഞ്ചാബ്, പഞ്ചാബ് അല്ല ഈ പറയുന്ന ഗോവ, ഗോവയല്ല കേരളം. അതിന് വ്യത്യാസമുണ്ട്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ. ഇപ്പൊ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ കൊടുക്കുന്ന അത്രയും പ്രഖ്യാപനങ്ങളോ സൗജന്യങ്ങളോ കൊടുക്കുവാൻ പറ്റിയെന്ന് വരില്ല. ഡൽഹിയിൽ എന്താണ്, ഡൽഹിയിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അവിടെ വരുമാനം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള കടക്കിണിയിൽ നിന്നും അവിടുന്ന് മോചിപ്പിച്ചെടുത്തു. അങ്ങനെ മോചിപ്പിച്ചു. പക്ഷെ കേരളത്തിന്റെ അവസ്ഥ അതല്ല. പക്ഷേ ഇത്തരത്തിൽ പറയുന്ന വാക്കുകൾ നിറവേറ്റുകയും നിറവേറ്റാൻ പറ്റുന്ന വാക്കുകൾ പറയുകയും ചെയ്യുന്ന അവിടെയാണ് ഈ 48 മണിക്കൂർ എന്തിനെന്ന ചോദ്യം ഉയരുന്നത്. BJP ഈ പറഞ്ഞത് 48 മണിക്കൂർ നിഗൂഢമാണ് എന്നുള്ളതാണ്. എന്താണ് കെജ്രിവാൾ? വേണമെങ്കിൽ ഇന്ന് രാജിവെച്ചങ്ങ് മാറി നിൽക്കാം, ഇന്നുകൊണ്ട് രാജിവെക്കാം, ഞാൻ രാജിവെക്കാണെന്ന് പ്രഖ്യാപിച്ച് മാറാം. അതിന് പകരം 48 മണിക്കൂർ സമയം വേണം എന്ന് പറയുമ്പോഴാണ് ഈ നിഗൂഢമാണ് എന്ന് BJP പറയുന്നത്. എന്ത് നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നത് വ്യക്തവുമല്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഇപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? കേജ്രിവാളും ആം ആദ്മി പാർട്ടിയെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അദ്ദേഹം ഒരു യഥാർത്ഥ പൊളിറ്റീഷ്യനാണ് എന്ന് പറയാൻ കാരണം, ഉച്ചയിടിക്ക് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോയാൽ ഒരുപക്ഷെ ഒരു ചാനൽ ചർച്ചയിലൂടെ അത് തീരും. പുതിയൊരു മുഖ്യമന്ത്രി വരും, മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാം. പക്ഷേ പാർട്ടിയുടെ സംവിധാനത്തെ പറ്റി ചർച്ച ചെയ്യുവാൻ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ ദേശീയ കൺവീനർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഴിമതി എന്താണ്? അദ്ദേഹം സംയുക്ത രാഷ്ട്രീയത്തിന്റെ വക്താവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഭാരതത്തിലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ന് നാളെ നമുക്കറിയാം അവധിയുള്ള ദിവസങ്ങളാണ്. അപ്പൊ ഈ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ബുദ്ധി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. കാര്യം 10-11 വർഷം പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ പോലും ഇത്രയേറെ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി. അതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ മോൾസാർ പറഞ്ഞു കഴിഞ്ഞല്ലോ, അവർ കൃത്യമായ അജണ്ടയിലൂടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകൻ പറയുമ്പോൾ നമ്മൾ വ്യക്തമാക്കണം. കൃത്യമായ അജണ്ടയിലൂടെയും കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് അദ്ദേഹം ഓരോ വാക്കും ഓരോ വാചകങ്ങളും ഓരോ വാഗ്ദാനങ്ങളും പറയുന്നത്. ആ വാഗ്ദാനങ്ങളിലൂടെ എല്ലാം പോകുമ്പോഴും കൃത്യമായി നടപ്പാക്കാൻ ശേഷിയും കഴിവും പ്രാപ്തിയുമുള്ള ഒരു പാർട്ടിയും നേതാക്കളും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു ചർച്ചയിലേക്ക് മാറും. ഇതിന്റെ തന്നെ ഈ പാർട്ടിയുടെ തന്നെ മറ്റൊരു ചർച്ചയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കുന്നത് ഈ പറയുന്ന ആം ആദ്മിയെ കുറിച്ചായിരിക്കും, കേജ്രിവാളിനെ കുറിച്ചായിരിക്കും. ശ്രീ ജയസൂര്യൻ